ഞാൻ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ധ്യാനിൻ്റെ ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ വാർത്താ ചാനലുകാരാണല്ലോ അങ്ങനെ എൻ്റർടൈൻമെൻറ്റുമായിട്ട് അങ്ങനെ ഇരിക്കുന്നില്ല. ഡെസ്കിലുള്ളവരാണ് സാധാരണ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ബ്യൂറോ എന്ന് വരുന്നത് വെച്ചാൽ പൊളിറ്റിക്കൽ വാർത്ത അല്ലെങ്കിൽ ക്രൈം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും പേടി. 5-6 റിപ്പോർട്ടർമാരുണ്ട്. ധ്യാൻ എന്ത് പറയും, കാരണം ഇവർ റിപ്പോർട്ടർമാരാണ്, വേറൊരു ഫിഗറാണ്. ചിലപ്പോൾ വല്ല കൗണ്ടറൊക്കെ വന്നു കഴിഞ്ഞാൽ ജീവിതം തുലയും. അപ്പം ഈ സോഷ്യൽ മീഡിയയിലേക്ക് ആളുകളെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആരോഗ്യം ചെയ്യുന്നവന് വയ്യ, പൊളിറ്റിക്സ് ചെയ്യുന്നവന് വയ്യ. അപ്പം ഞാൻ ക്രൈം ചെയ്യുന്ന ആളാണ്. ഞാൻ വിചാരിച്ച് എന്തെങ്കിലും വരട്ടെ, നശിപ്പിക്കുന്നെങ്കിലും നശിക്കട്ടെ. അങ്ങനെ ഞാൻ പുറപ്പെട്ടു വന്നതാണ്. സ്ട്രഗിൾ അവിടെ വലിയ യുദ്ധമാണ് ഇത്. ആര് ധ്യാൻ, അതായത് ഞാൻ പ്രശ്നക്കാരനാണ് എന്ന് പറയാനും പറ്റത്തില്ല. കാരണം ഇവർക്കൊക്കെയും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളവരും ഉണ്ട്. പക്ഷെ ഇതിങ്ങനെ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോൾ ആർക്കാണൊരു അപ്പർ ഹാൻഡ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എങ്ങാനും പൊളിഞ്ഞു പോയാൽ തീർന്നു. അപ്പോൾ ആ പേടിയാണ്. അപ്പോൾ ഞാനത് പറയാൻ കാരണം ശ്രീനേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ, നിങ്ങൾ പഴയ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ വരുന്നത് കാണുമ്പോൾ, ഇപ്പോൾ വിനീത് പറയുമ്പോൾ ശ്രീനേട്ടൻ കുറച്ച് കോൺഫിഡൻസ് ഉണ്ട് പുള്ളിയുടെ മുഖത്തൊക്കെ. പക്ഷെ ധ്യാൻ പറയുമ്പോൾ പുള്ളിക്കും ഒരു ചെറിയ ടെൻഷനുണ്ട്. ഇവൻ എന്താ പറയാൻ പോകുന്നതെന്നുള്ള, അത് എന്തിനാണ് ഇങ്ങനെ എല്ലാം കൂടെ തുറന്നു പറയുന്നത്? പുള്ളി അതന്നെയല്ലേ ചെയ്യുന്നേ. ടെക്നിക്കാണല്ലേ. ഞാനങ്ങനെ ഒരു ടെക്നിക്ക് വെച്ചിട്ട് ഇത് തുറന്നെല്ലാം പറഞ്ഞേക്കാം അങ്ങനെയല്ല. നമ്മള് സ്വാഭാവികമായി രണ്ടാൾക്കാർ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ കംഫർട്ടബിൾ ആവുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ അങ്ങനെ തുറന്ന് പറയാറുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ കംഫർട്ടബിൾ ആണ്. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കംഫർട്ട് സോൺ ഉണ്ട് അതിനകത്ത്. പിന്നെ ഞാൻ ഇവരെയൊക്കെ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് പലരെയും ഇപ്പോൾ ചേട്ടൻ ആദ്യമായിട്ട് കാണുന്നു. പക്ഷേ ഇവിടെയുള്ള പലരെയും ഞാൻ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളായി, അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ച് അങ്ങനെ അതൊരു ആ പ്രോസസ്സ് പിന്നെ ഒരു പരിധിയോടെ ഞാനും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ചില സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ചിലരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയും. അല്ലെങ്കിൽ തന്നെ നമ്മൾ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാര്യം പറയുന്നത്. പിന്നെ നമ്മൾ ഒരാളെ കൗണ്ടർ അടിച്ച് ഒരാളെ തകർക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് വിടുന്നതല്ല. എന്തെങ്കിലും വരുമ്പോൾ അതങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അത് നമ്മളൊരു എന്താ പറയണ്ടേ, അയാളെ ഡാമേജ് ചെയ്ത് കളയാന്നുള്ളൊരു സംഭവത്തോടുകൂടി ഉദ്ദേശത്തോടു കൂടി നിൽക്കുന്നില്ല. അച്ഛൻ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി പോയി നിൽക്കാറുണ്ടായിരിക്കും. ഇവനെ ഒന്ന് ഞാൻ തകർത്തേക്കാന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ ഒരു സാധനം. ഞാൻ അങ്ങനെയൊന്നുമല്ല. പിന്നെ അച്ഛൻ്റെ കൂടെയുള്ള പരിപാടിയൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ വീട്ടിലൊക്കെയുള്ള പണ്ടൊക്കെ ആണെങ്കിലും മത്സരം ആ ഒരു സാധനം ഉണ്ട്. പിന്നെ അവൻ പറയുന്നതിന് കൗണ്ടർ പറയാൻ വേണ്ടി നിൽക്കുന്ന അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് കഥ പറയുന്ന സമയത്ത് തന്നെ കൗണ്ടർ ആലോചിച്ച് വെക്കും. ഏത് അപ്പൊ അത് ഞാനും പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഒരാളൊരു സാധനം ഇടക്കാലത്ത് ഒന്ന് മുറിഞ്ഞു പോയി എന്നല്ലാതെ പല കാരണങ്ങളും കൊണ്ടും മുറിഞ്ഞു പോയി. പിന്നെ ഇപ്പോഴെന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പഴയ പോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടി ഇല്ല.